സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 102 വാക്യം വായിക്കുകയാണ്. ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു, വീടിനു മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ ആകുന്നു. ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു, വീടിനു മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ ആകുന്നു. എത്ര ആളുകൾ കുരുവികളെ കണ്ടിട്ടുണ്ട്? ഈ കാലത്ത് ഇപ്പോഴത്തെ ഫ്ലാറ്റുകളിൽ, വീടുകളിലൊക്കെ കുരുവികൾ വിരളമായിരിക്കുന്നു. പണ്ടുകാലത്തൊക്കെ ഓരോ വീടിന് ചുറ്റും കാക്കകളും കുരുവികളും തുടങ്ങിയ പക്ഷികൾ എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്നതായ ശബ്ദം നാം കേൾക്കുമായിരുന്നു. ഈ കുരുവികളെ ശ്രദ്ധിച്ചാൽ അത് സാവധാനം ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന പക്ഷിയാണ്. എന്നാൽ കാക്കയുടെ ശബ്ദം അത് കുറച്ച് അലോസരമുളവാക്കും. ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഈ കുരുവികളെയൊക്കെ കാണാതിരിക്കുന്നത്? ഈ പക്ഷികളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കണം. മരങ്ങളുണ്ടെങ്കിൽ അവയിലവ കൂടുവയ്ക്കാനിടയാകും. എന്നാൽ ഇന്നുള്ള പ്ലാസ്റ്റിക് ചെടികളിലൊക്കെ കൂടുണ്ടാക്കുവാൻ കഴിയില്ല. വൃക്ഷങ്ങൾ നല്ലതാണ്, പക്ഷികൾ നല്ലതാണ്, മരങ്ങൾ നമുക്ക് ഓക്സിജൻ നൽകുന്നു. പക്ഷികളാണെങ്കിൽ കീടാണുക്കളെയൊക്കെ തിന്നിട്ട് പരിസരം ശുദ്ധീകരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ ഇവയെല്ലാം മാറ്റിമറിക്കുകയാണിപ്പോൾ. പഴയകാലത്ത് ചോറ് വയ്ക്കുന്നതിന് മുൻപ് അമ്മമാർ ഒരു മുറത്തിൽ അരിയിട്ടിട്ട് നെല്ലൊക്കെ പെറുക്കിക്കളയുമായിരുന്നു. അങ്ങനെ അരിയിൽ നിന്ന് നെല്ലൊക്കെ പെറുക്കിക്കളയുമ്പോൾ കുരുവികളൊക്കെ അത് വന്ന് തിന്നുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് അരി അങ്ങനെ പാറ്റേണ്ട കാര്യമില്ല, കഴുകിയെടുക്കേണ്ടതായ കാര്യമില്ല. പോളിഷ് ചെയ്ത അരി വരുന്നത് കൊണ്ട് അതിലുണ്ടായിരിക്കുന്ന സത്തെല്ലാം നഷ്ടപ്പെട്ടിട്ട്, വിറ്റമിൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് രോഗത്തിന് കാരണമായ അരിയുമാണ് മനുഷ്യൻ തിന്നുന്നത്. ഏതു രീതിയിൽ നോക്കിയാലും ഈ കൃത്രിമമായ കാര്യങ്ങൾ കാരണം മനുഷ്യൻ തനിക്ക് ദോഷം വരുത്തി വയ്ക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷികളൊക്കെ ഇന്ന് വളരെ വിരളമായിരിക്കുന്നു. ഇന്ന് വൃക്ഷങ്ങൾ കുറഞ്ഞു പോകുന്നു, അതുകൊണ്ട് പക്ഷികളും കുറഞ്ഞു പോകുന്നു. അങ്ങനെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു. ഇവിടെ നോക്കുമ്പോൾ ദാവീദ് അതിൻ്റെ തലക്കെട്ടായി എഴുതിയിരിക്കുന്നു. നോക്കുക, അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകർന്നത്. അതായത് അരിഷ്ടൻ്റെ ഒരു പ്രാർത്ഥന. ദുഃഖത്താൽ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ ചെയ്തതായ പ്രാർത്ഥന. ദുഃഖത്തോടുകൂടി ഏകാന്തമായ അവസ്ഥയിൽ, എന്തു ചെയ്യണമെന്നറിയാത്ത പരിസ്ഥിതിയിൽ ഇരിക്കുന്നതായ അവസ്ഥയിൽ, ആശ്രയം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ആരോടും പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ, സഹിക്കാൻ കഴിയാത്ത ദുഃഖം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മനസ്സാക്ഷി കാണുകയില്ലായിരിക്കാം, മനസ്സേ കാണുകയില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദുഃഖവും ഉണ്ടാകില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ദൈവം മുമ്പാകെ ഭക്തിയോടുകൂടി ജീവിക്കണമെന്ന് ആശിക്കുന്നതായ എല്ലാവർക്കും ഈ ലോകത്തിൽ ഒറ്റപ്പെടൽ, ഏകാന്തത അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകാം. ആരും സഹായിക്കാത്ത ഒരു പരിസ്ഥിതി നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. അനേക പ്രാവശ്യവും നമ്മുടെ തെറ്റുകൾ കാരണമായി, നമ്മുടെ പാപം കാരണം നാം ഒറ്റപ്പെട്ടു പോകാനിടയുണ്ട്. ചില സമയങ്ങളിൽ മറ്റുള്ളവർ ചെയ്ത വഞ്ചന കാരണം, ചതി കാരണം നാം ഒറ്റപ്പെട്ടു പോകാറുണ്ട്. അതുപോലെ പലപ്പോഴും വിശ്വാസികൾക്ക്
മറ്റുള്ള ആളുകളുമായി പാപത്തോട് കൂട്ടുകൂടുവാൻ കഴിയാതെ ഒറ്റപ്പെട്ടതായ അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സഹിക്കുവാൻ പറ്റാത്തതായ ദുഃഖമുണ്ടാകാറുണ്ട്. പറയുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയേക്കാം. പിശാചിന്റെ കെണിയിൽ നാം പലപ്പോഴും അകപ്പെട്ട് പോകാറുണ്ട്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അപമാനമായേക്കാം. മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ കുറ്റപ്പെടുത്തിയേക്കാം. അങ്ങനെ എന്തു ചെയ്യാൻ കഴിയുമെന്ന സ്ഥിതിയിൽ ആയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാവീദിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവൻ ഒരു കാര്യമാണ് ശീലിച്ചിരുന്നത്. ആ ദുഃഖങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് ഏകനായി ദൈവസന്നിധിയിൽ പോയി ഇരുന്നിട്ട് ദൈവത്തോട് പങ്കുവയ്ക്കാൻ അവൻ ശീലിച്ചിരുന്നു. എല്ലാ വിശ്വാസിയും ഏകനായി ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ സഹായിക്കുവാൻ പറ്റാത്തതായ അവസ്ഥ വരുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ രാത്രിയിൽ ഉറക്കിളച്ചിരിക്കുന്ന വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുന്നതായ ഒരു കുരുകിൽ പോലെ ഞാനായിരിക്കുന്നു. അതാണ് പറയുന്നത്. കുരുകിലിനെ നോക്കിയാൽ പലപ്പോഴും അവ ഒറ്റയ്ക്കിരിക്കുകയില്ല. അവയെ കൂട്ടം കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ 2 എണ്ണമെങ്കിലും കാണും. കാക്കകളാകട്ടെ, കുരുകിലുകളാകട്ടെ, അല്ലെങ്കിൽ പ്രാവ് ആകട്ടെ, ഇവയെല്ലാം കൂട്ടം കൂട്ടമായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യനും ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ദൈവം അവന് തുണയെ കൊടുത്തത്. മനുഷ്യൻ ഏകനായിരിക്കുന്നതായ സമയത്ത് അവനൊരു കുറവ് കാണുന്നതായിട്ട് കാണാം. തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയില്ല. ഒരാൾ വീണാൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ കൂടെ കാണണം. 2 പേരുണ്ടെങ്കിൽ ഒരാൾ ആശ്വസിപ്പിക്കാനിടയാകും, അതൊരു ബലമാകാനിടയാകും. അങ്ങനെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് തക്ക തുണയായിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു. ഈ കാലങ്ങളിൽ മനുഷ്യൻ ഏകനായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റുള്ളവരുമായി കൂടിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 4 പേരോടൊപ്പം ഇരുന്നാൽ മദ്യപിക്കുവാനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനുഷ്യൻ അവസരം മുതലാക്കുന്നു. അങ്ങനെ അവർ ജീവിതത്തിൽ ചെയ്യുന്നത് കാരണമായി അവസാനം അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അർദ്ധരാത്രി സമയത്ത് ഒരു കുരുകിൽ ഇവിടെ ഉറക്കിളച്ച വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുകയാണ്. അതായത് എന്താണ് അതിന് പറയുന്നത്? കുരുകിലുകൾ സാധാരണ എവിടെയാണ് ജീവിക്കുന്നത്? അവ എങ്ങനെയാണ് താമസിക്കുന്നത്? അവ കൂട് കെട്ടാനിടയാകും. ഈ കാലത്ത് നോക്കുക, വലിയ മഴയും അതുപോലെ തന്നെ കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയം, മരങ്ങളെല്ലാം ആടിയുലയുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മരക്കൊമ്പിലിരുന്ന കിളിക്കൂടുകളൊക്കെ താഴെ വീഴുന്നത് കാണാം. ചില സമയത്ത് ചില പക്ഷികൾ ആ മഴയുടെ ആഘാതം സഹിക്കവയ്യാതെ ചത്തുപോകുന്നത് കാണാം. ചില സമയത്ത് ആൺപക്ഷി കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ആഹാരത്തിന് വേണ്ടി പോകുന്നതായ സമയത്ത്, പെൺപക്ഷി കൂട്ടിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്നതായ സമയത്ത്, ആൺപക്ഷി തിരിച്ചു വരുമ്പോഴേക്കും ആ കൂടും പക്ഷികളുമെല്ലാം ചത്തുപോയിരിക്കുന്നതായ സ്ഥിതിയിൽ കാണുകയാണെങ്കിൽ, ആൺപക്ഷി തിരികെ വരുമ്പോൾ അതിൻ്റെ കൂട് കാണാതെ, തള്ളപ്പക്ഷിയെ ഇണപ്പക്ഷിയെ കാണാതെ എവിടെയാണെന്ന് അന്വേഷിച്ച് പറന്ന് നടക്കുന്നത് കാണാം. എൻ്റെ കൂട് എവിടെയാണുള്ളത്, അതിന് എന്തു സംഭവിച്ചു എന്ന് നോക്കുന്ന സമയത്ത് അവയെല്ലാം കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെട്ട് എല്ലാം ശൂന്യമായിരിക്കുന്നത് കാണുന്ന സമയത്ത് ആ കുരുവി എന്താണ് ചെയ്യുന്നത്? ആ രാത്രി മുഴുവൻ അത് ഉറങ്ങാതെ തൻ്റെ കൂടിരുന്ന കൊമ്പിൽ ഇരിക്കുവാനിടയാകും.
കുരുകിൽ കരയുമോ അതോ കരയില്ലേ? മനുഷ്യർ മാത്രമേ കരയാറുള്ളൂ, ജന്തുക്കൾ കരയില്ലേ? കരയുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. എല്ലാ ജീവികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് പ്രാവിനെ നോക്കുകയാണെങ്കിൽ പ്രാവ് എപ്പോഴും ഇണയോടൊപ്പമായിരിക്കും. അതിൻ്റെ ഇണപ്പക്ഷി ഒരു പക്ഷേ അതിനെ വിട്ടുപോവുകയാണെങ്കിൽ, തിരികെ കൂട്ടിലേക്ക് വരാതിരുന്നാൽ, അതിനെ കാണാതെ പോയാൽ ആൺപ്രാവ് ആ രാത്രി മുഴുവൻ എന്തു ചെയ്യുമെന്നറിയാമോ? ഊ ഊ എന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, എവിടെയാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ആ ആൺപ്രാവ് ഞരങ്ങുകയും മൂളുകയും ചെയ്ത് അവിടെ ഇരിക്കുന്നത് കാണാം. പാട്ടുപാടാറുണ്ടല്ലോ, ഇണയില്ലാത്ത പ്രാവിനെ പോലെ കുറുകുന്നേകനായി കൂട്ടിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. ആക്സിഡന്റിൽ നിന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ആരോഗ്യത്തോടെ ആയിരുന്ന വ്യക്തി പെട്ടെന്ന് മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടാകുന്ന വേദന എത്രമാത്രമായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും രണ്ടുപേരും മരിച്ചുപോയി എന്ന്. അവന് 7 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്ത് ഒരേ ദിവസം തന്നെ മാതാപിതാക്കൾ രണ്ടുപേരും മരിക്കുവാനിടയായി. അപ്പോഴാ കുഞ്ഞിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിരിക്കാം. ഇനിയും അവൻ ആരാണ് ആശ്രയം? മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവനൊരു ബലമുണ്ട്. മാതാപിതാക്കളില്ലാതെ ഇരിക്കുമ്പോൾ, ഒറ്റപ്പെടുന്ന സമയത്ത്, സ്നേഹിക്കുന്ന ഭാര്യ മരിക്കുന്ന സമയം, സ്നേഹിച്ച് കൂടെ ഒരുമിച്ച് ജീവിച്ച ഭർത്താവ് മരിക്കുമ്പോൾ, ഓമനത്വത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ് ആകസ്മികമായിട്ട് മരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ എത്ര ദാരുണമായ സംഭവങ്ങളാണ് നടക്കുന്നത്. കൊച്ചുകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നു, ബലാത്സംഗം ചെയ്യുന്നു. 3 വയസ്സുള്ള പെൺകുട്ടി മരിച്ചപ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത മാതാവ്, സഹിക്കാൻ കഴിയാത്ത വേദന, സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖം. അതുപോലെ നമ്മുടെ ആന്ധ്രാപ്രദേശത്താണെങ്കിൽ ഇന്ന് അനേകം ആളുകൾ കൃഷി ചെയ്യുന്നത് മതിയാക്കി മത്സ്യകൃഷി നടത്തുന്നതിനായിട്ട് ശ്രമിക്കുന്നത് ഈ കാലത്ത് കാണുന്നുണ്ട്. ഒരുപാട് പണം കടം വാങ്ങി മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാമെന്ന ആശയോടുകൂടി മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന കുളത്തിൽ നിക്ഷേപിക്കുന്നു. അതിന് തീറ്റയൊക്കെ കൊടുത്ത് അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ ചില സമയത്ത് ആ മീനുകൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാകാനിടയാകും. ചിലപ്പോൾ ഒറ്റയടിക്ക് ആ മീനുകളെല്ലാം ചത്തുപോകാനിടയാകും. മുതൽ മുടക്കെല്ലാം നഷ്ടമാകാനിടയാകും. പിന്നെ കുറേ കാലത്തേക്ക് വീണ്ടും മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ, വീടിൻ്റെ ആധാരം പോലും പണയം വെച്ച അവസ്ഥയിൽ, വ്യാപാരം മുഴുവനും നഷ്ടത്തിലായ അവസ്ഥയുണ്ടാകാറുണ്ട്. എത്രയോ ആളുകൾ ഈ കാലത്ത് അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുന്നു, ദുഃഖത്തോടെ ആയിരിക്കുന്നു. ഒരുപാട് പേർ വേറെ വഴിയൊന്നുമില്ലാതെ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. അമേരിക്കയിലുണ്ടായിരുന്നതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല സ്ഥിതിയിലുള്ള വ്യക്തിയാണ്. തൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും വിഷം കൊടുത്ത് താനും വിഷം കഴിച്ചു മരിച്ചു. തനിക്ക് സഹിക്കാൻ കഴിയാത്ത എന്തോ ദുഃഖം വന്നു. ഈ ലോകത്തിലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം മരണമല്ല. മരിച്ചതുകൊണ്ട് കഷ്ടം തീരുന്നില്ല. ആത്മഹത്യ ചെയ്ത് മരിക്കുന്ന ഒരു വ്യക്തി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. അഗ്നിയുള്ളതായ നരകത്തിൽ വീണ്ടും കഷ്ടത അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ കാലത്ത് അനേകർ ഈ വിഷയം മനസ്സിലാക്കാതെ അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായ അവസ്ഥയിൽ, എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിരാശയിലും ഭാരത്തിലും വളരെ ദുഃഖത്തിലുമായിരിക്കുമ്പോൾ, ഞെരങ്ങുന്നതായ സമയത്ത് ആരെന്നെ സഹായിക്കും, ആരെന്നെ ബലപ്പെടുത്തും, ആരാണ് നിരാശയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ആലോചനയിൽ ആയിരിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതാണ്. നിന്നെ ഉപേക്ഷിക്കാത്തതായ ഒരു കർത്താവുണ്ട്. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. യഥാർത്ഥത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ നശിച്ചു പോകുന്നതായ, തകർന്നു പോകുന്നതായ, ഏകനായി നിരാശയിലായിരിക്കുന്ന നിന്നെപ്പോലെയുള്ളവരെ ആശ്വസിപ്പിക്കാനാണ്.
നാം നിസ്സാര മനുഷ്യരാണ്, നാം വലിയ പൊങ്ങച്ചമൊക്കെ പറയുമെന്നാൽ എൻ്റെ പേരിന്നതാണ്, എൻ്റെ കുടുംബം ഇന്നതാണ്, എനിക്ക് ഇത്രമാത്രം ഡിഗ്രികളൊക്കെ ഉണ്ട്, എന്താണ് എൻ്റെ ബന്ധുക്കൾ ഇന്ന സ്ഥാനങ്ങളിലുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ആസ്തികളൊക്കെയുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥകളെ കാണുമ്പോൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നതായ ആളുകളുടെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ ചുറ്റുപാടും എത്രയോ ആളുകൾ സഹായികളുണ്ട് എങ്കിലും, ചുറ്റുപാടും എത്രയോ സ്നേഹിതരുണ്ട് എങ്കിലും ഹൃദയത്തിലുള്ളതായ വേദന, ഏകാന്തത ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്തതായ ആളുകൾ ഈ കാലത്ത് ഒരുപാട് പേരുണ്ട്. രാത്രി മുഴുവൻ മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നു. എന്താണ്? ചിലരുടെ ജീവിതത്തിൽ ഒരു രാത്രി മാത്രമല്ല, ജീവിതകാലം മുഴുവനും അവൻ അങ്ങനെയാണ്. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ്റെ തലയിണ കണ്ണുനീർ കൊണ്ട് കുതിർന്നു പോയിരിക്കുന്നു. അതായത് എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് തലയിണയായി വയ്ക്കുമ്പോൾ ആ തലയിണയിൽ മുഖമമർത്തി കരയുകയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ആ കണ്ണുനീര് കൊണ്ട് അവൻ്റെ തലയിണ കുതിർന്നു പോകാനിടയായിരിക്കുന്നു. ആരെന്നെ ആശ്വസിപ്പിക്കാനുണ്ട്? ആരെൻ്റെ കണ്ണുനീർ തുടയ്ക്കും? ആരോടെങ്കിലും പറഞ്ഞാൽ നിരാശയാണ്. ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ കളിയാക്കുവാനിടയാകും. ഈ ദിവസം അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകൾ കർത്താവിൻ്റെ അരികിലേക്ക് വരാതെ താൽക്കാലികമായ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി മദ്യപിക്കുവാൻ തുടങ്ങുന്നു, ലഹരിക്ക് അടിമയായിട്ട് മാറുന്നു, ആഡംബര ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് തങ്ങളുടെ ദുഃഖം മറക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ കൂടുതൽ ദുഃഖമുണ്ടാവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ബലഹീനതയാൽ അവർ നിറയുകയാണ് ചെയ്യുന്നത്. ഈ ദിവസം ഒരു കാര്യമാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത്. കുരികിൽ വളരെ ചെറുതാണ്. ദൈവം സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ദാവീദ് പറയുന്നു, മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ. മനുഷ്യൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. എന്നാൽ പക്ഷികളിൽ വളരെ ചെറുതായിരിക്കുന്നതായ കുരുവിയെ നോക്കുമ്പോൾ, വളരെ ബലഹീനമായ ആ പക്ഷിയെ നോക്കുമ്പോൾ, എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നിന്റെ തലയിലെ മുടി പോലും ഞാൻ എണ്ണിയിരിക്കുകയാണ്, നിന്റെ മേൽ ഞാൻ ദൃഷ്ടി വച്ചിരിക്കുന്നു. നിന്നെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി, നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി, നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി, നിന്നെ നേരെയാക്കുന്നതിന് വേണ്ടി, നിന്നെ എൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റുവാൻ, നിന്റെ ദുഃഖത്തിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകുവാൻ, നിന്റെ വേദനയിൽ നിന്ന് നിനക്ക് ആശ്വാസം നൽകുവാൻ, നിന്റെ മേൽ ഞാൻ ദൃഷ്ടി വച്ചിരിക്കുമ്പോൾ നീ വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് നിരാശയോടെ ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ, എന്താണ് ഈ കാലത്ത് ചില ആളുകളുടെ മൂളലുകൾക്ക് അർത്ഥമേ ഇല്ല. ഒരാൺകുട്ടി വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ പോകുന്ന പെൺകുട്ടികൾ ഉള്ള കാലമാണിത്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളുടെ വിവാഹം കഴിയാൻ പോകുന്നു, ഇനി എൻ്റെ കാര്യം എന്തായി തീരുമെന്ന് നിരാശപ്പെട്ട് കരയുന്ന ആൺകുട്ടികളുള്ള സ്ഥലം. ഈ കാലത്ത് എത്രയോ മാതാപിതാക്കളുണ്ട്, മക്കളെ ശ്രദ്ധിക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ടതിന് ശേഷം അവസാനം എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ വേദനിക്കുന്നതായ എത്രയോ മാതാപിതാക്കൾ ഇന്നുണ്ട്. നിന്നെ കരുതുന്നതായ ഒരു ദൈവമുണ്ട്, നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന ദൈവമുണ്ട്. നിരാശയാൽ നിറഞ്ഞിരിക്കുന്നതായ മനുഷ്യൻ, ദുഃഖിച്ചിരിക്കുന്നതായ മനുഷ്യൻ, ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ ഏകനായി മുറിയിൽ കയറി ദുഃഖിച്ചിരിക്കുകയാണ്, ഞരങ്ങുകയാണ്. മുറിയിൽ കയറി കതകടച്ച് കരയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന സത്യം അവർ ഓർക്കുന്നില്ല. തൻ്റെ കഷ്ടത മറക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൽ എന്തെല്ലാമോ നേടിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം അവൻ കണ്ടുപിടിക്കാതെ ആ പ്രശ്നങ്ങളിൽ വീണ്ടും അകപ്പെട്ടു പോവുകയല്ലാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ വരുന്നില്ല. എവിടെയും പോകാൻ പറ്റാത്തതായ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, നീ ഏകനായി നിരാശയിലായിരിക്കുന്ന സമയം, നിന്റെ ആലോചനകൾ ദുഷിക്കുന്നതായ സമയത്ത് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വ്യക്തമായി കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നെ അന്വേഷിക്കുന്ന ദൈവം എന്നെ കാണുന്ന സമയത്ത് അവനെന്നെ അനുഗ്രഹിക്കും, അവനെന്നെ ബലപ്പെടുത്തും. മറ്റൊരു വചനം വായിക്കുക, ലൂക്കോസിന് സുവിശേഷം 12:6. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ?
അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. എന്താണ്? അവയെ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. മനുഷ്യർ നിന്നെ മറന്നു പോയേക്കാം, ദൈവദാസൻ നിന്നെ മറന്നേക്കാം, വിശ്വാസികൾ ദൈവദാസനെ മറന്നുപോയേക്കാം, നിന്റെ പെറ്റ തള്ളതനെ നിന്നെ മറന്നുപോയേക്കാം, നിന്റെ സ്നേഹിതർ നിന്നെ വിട്ടുപോയേക്കാം. എന്നാൽ ആ ചെറിയ കുരുകിലിനെ പോലും യേശു മറക്കുകയില്ല. നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല അവൻ. നാം മറന്നു പോകുന്നവരാണ്. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നുപോയാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് ദൈവം പറയാനിടയായി. നീ അവനെ മറന്നാലും അവൻ ഒരിക്കലും നിന്നെ മറക്കുന്നില്ല. ദൈവം ഒരു നിമിഷം നമ്മെ മറക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കഥ അതോടുകൂടി കഴിഞ്ഞു. അവൻ നമ്മെ മറക്കുകയില്ല. ഒരു വ്യക്തി വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ആ വെന്റിലേറ്റർ ഓഫ് ചെയ്യുന്നതായ സമയത്ത് മരിച്ചു പോകും. ആ വെന്റിലേറ്റർ ഒരു മനുഷ്യനിൽ ഘടിപ്പിച്ചുകൊണ്ട് കൃത്രിമമായി ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോൾ, എന്നാൽ നിന്റെ ഹൃദയം അത് ഒരു യന്ത്രത്തിൻ്റെയും സഹായം കൂടാതെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മറ്റു സഹായം കൂടാതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്റെ ശരീരത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ കാത്തുരക്ഷിക്കുന്നു. എത്ര ആളുകൾ ഇത് തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട്? നിന്റെ ശരീരം ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മനസ്സിലാക്കി നിന്റെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നിനക്ക് ആവശ്യമായിരിക്കുന്നതായ ഓക്സിജനും ആഹാരങ്ങളും നല്ല ആരോഗ്യവും നൽകുന്നതായ ഒരു കർത്താവുണ്ട്. ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നാം ദുഃഖിപ്പിക്കുന്നത് ന്യായമാണോ? ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൽ നീ ദൃഷ്ടിവെക്കാതെ ലോക കാര്യങ്ങളിലേക്ക് നീ തിരിഞ്ഞു പോകുന്നത് ന്യായമാണോ? നീ ലോകത്തിലേക്ക് തിരിഞ്ഞ് ഒരുപാട് കഷ്ടത അനുഭവിച്ച് നഷ്ടമനുഭവിക്കുന്ന സമയത്ത് നിനക്കുണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടാലും, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും, നിന്റെ മക്കൾ നഷ്ടപ്പെട്ടാലും, നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടാലും, നിന്റെ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞാലും, ഭാര്യ ഭർത്തൃ മധ്യയുള്ള ബന്ധം നഷ്ടപ്പെട്ട് വേർപിരിഞ്ഞാലും, ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നാലും, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. വീണ്ടും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്, നിനക്ക് നഷ്ടമായതെല്ലാം തിരികെ തരേണ്ടതിനു വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. യേശു കർത്താവുണ്ട്. യേശു കർത്താവുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ തവണ ഞാൻ നിന്നെ വിട്ടുമാറി ദൈവമേ. ഈ ചെറിയ കുരുകിലിനെ നോക്കുക. ഇവയെപ്പോലെ ഞങ്ങളുടെ ജീവിതവും കാണണമേ. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു വിലയില്ലാത്തവനാണ്. എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ല. എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല. എന്നെ ആശ്വസിപ്പിക്കുന്നവരില്ല. എന്നോട് കൂടെയുള്ള ആളുകളില്ല. എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ എത്രയോ തവണ ദുഃഖിക്കുന്നു. എന്നാൽ എന്നെ വിട്ടുകളയാത്ത, മറക്കാത്ത ഒരു കർത്താവുണ്ടെന്ന്, എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നീ എന്നെ സഹായിക്കുമാറാകണമേ. നിന്റെ പ്രശ്നങ്ങൾ മനുഷ്യരോടാണോ നീ പറയുന്നത്? നിന്റെ സ്വന്തം ശ്രമം കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു? നിന്റെ ദുഃഖം മറക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് താൽക്കാലികമായ വിടുതൽ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സന്തോഷമില്ലാതെ, സമാധാനം ഇല്ലാതെ, നിരാശയോടെ, ഭാരത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, വിഷാദത്തിൻ്റെ അവസ്ഥയിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നതായ കർത്താവ്, നിന്നെ മറക്കാത്ത കർത്താവ്, നിന്നെ വിലയേറിയവനായി കാണുന്ന, നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയിരിക്കുന്ന യേശു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ നിന്റെ പാദപീഠത്തെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുകയാണ് കർത്താവേ. ലോകത്തിൽ ഞങ്ങൾക്ക് എവിടെയും കിട്ടാത്തതായ സമാധാനം, എവിടെയും ലഭിക്കാത്തതായ ആത്മീയ ആശ്വാസം, നിത്യമായ ആശ്വാസം നിന്റെ സന്നിധിയിൽ ലഭിക്കുന്നു എന്ന്
ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന സ്ഥലമാണിത്. ഞങ്ങളുടെ ഹൃദയം സന്തോഷത്താൽ ആനന്ദത്താൽ നിറയ്ക്കുന്ന ആലയമാണിതെന്ന് മനസ്സിലാക്കി നിന്റെ ആലയത്തിലേക്ക് ഓടിവരാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഏകനായിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഏകനായി നിരാശപ്പെട്ട് തകർക്കപ്പെട്ട് പിശാചിന്റെ കരങ്ങളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പിച്ച് ചീന്തിക്കൊണ്ട് ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ കൈകളിൽ അകപ്പെട്ടു പോകാതെ ഞങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി സ്വർഗീയ രാജ്യത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരുക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിശ്വാസിയും പരിപൂർണമായി നിന്റെ മേൽ ആശ്രയം വയ്ക്കുന്നതിന് വേണ്ടി നിന്നിലുണ്ടായിരിക്കുന്നതായ മഹത്വത്തെ ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. എല്ലാ വ്യക്തികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന, നിന്റെ തലമുടികൾ പോലും ഞാൻ എണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ആ ദൈവം നിന്നെ മറന്നിട്ടില്ല. കുരുകിലിനേക്കാൾ ശ്രേഷ്ഠമായവരാണ് നിങ്ങൾ എന്ന ഉറപ്പോടുകൂടി ഞങ്ങളെ അയക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ